കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ മാറി മറിയുന്ന ട്വിസ്റ്റുകൾ. നിങ്ങളൊരു പക്ക ഹോളിവുഡ് ക്രൈം ത്രില്ലർ പ്രേമിയാണെങ്കിൽ ഈ വർഷം റിലീസ് ചെയ്ത് അന്താരാഷ്ട്ര തലത്തിൽ തരംഗം സൃഷ്ടിച്ച 5 മസ്റ്റ് വാച്ച് ഡാർക്ക് ഹോളിവുഡ് ക്രൈം ത്രില്ലർ വെബ് സീരീസുകൾ ഒന്ന് നോക്കിയാലോ. ആമസോൺ പ്രൈം വീഡിയോയിലൂടെ റിലീസായ ഗ്ലോബൽ ട്രെൻഡിംഗിൽ ഇടം പിടിച്ച മാസീവ് മെഡിക്കൽ ക്രൈം ത്രില്ലർ സ്കർപാറ്റി. Do solemnly swear I will faithfully and impartially discharge all of the duties incumbent upon me as Chief Medical Examiner to the best of my ability. Second time's a charm. Good luck, Dr. Scarpetta. ലോകമെമ്പാടുമുള്ള സസ്പെൻസ് ഫാൻസിന്റെ നെഞ്ചകത്തേക്ക് പാഞ്ഞു കയറിയ പട്രീഷ്യ കോൺവെല്ലിന്റെ ബെസ്റ്റ് സെല്ലിംഗ് ഫോറൻസിക് നോവലുകളെ ആസ്പദമാക്കിയാണ് ഈ പ്രീമിയം ഹോളിവുഡ് സീരീസ് ഒരുക്കിയിരിക്കുന്നത്. ഹോളിവുഡ് ഓസ്കർ വിജയ് നിക്കോൾ കിഡ്മാനും ജാമി ലീ കർട്ടിസും ആദ്യമായി ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ഷോയ്ക്കുണ്ട്. വിർജീനിയയിലെ ചീഫ് മെഡിക്കൽ എക്സാമിനർ തസ്തികയിലേക്ക് ഡോക്ടർ സ്കർപാറ്റി തിരിച്ചെത്തുകയാണ്. എന്നാൽ അവളെ കാത്തിരിക്കുന്നത് സാധാരണ കൊലപാതക കേസുകളായിരുന്നില്ല. നഗരത്തിലെ പെൺകുട്ടികളെ കേന്ദ്രീകരിച്ച് ഒരേ സമയം 2 തലത്തിലുള്ള ടൈം ലൈനുകളിലാണ് സഞ്ചരിക്കുന്നത്. 28 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ഇൻവെസ്റ്റിഗേഷനും നിലവിൽ നടക്കുന്ന കൊലപാതക പരമ്പരകളും തമ്മിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഡാർക്ക് അണ്ടർവേൾഡ് കണക്ഷൻ ഉണ്ടെന്ന് സ്കർപാറ്റി തിരിച്ചറിയുന്നു. സ്വന്തം കുടുംബാംഗങ്ങൾ പോലും കൊലയാളിയുടെ ലിസ്റ്റിലുണ്ടെന്നറിയുമ്പോൾ കഥ തിളച്ചു മറിയുകയാണ്. രാത്രിയിൽ ഒരു ആളൊഴിഞ്ഞ ഫോറൻസിക് ലാബിൽ സ്കർപാറ്റി തനിയൊരു ബോഡി ഓട്ടോപ്സി ചെയ്യുന്ന രംഗം. മൃതദേഹത്തിൽ കില്ലർ ബാക്കി വെച്ച ഒരു ചെറിയ രാസവസ്തുവിൽ നിന്ന് അവൻ അടുത്തതായി ലക്ഷ്യമിടുന്നത് സ്വന്തം സഹോദരി ഡെറോത്തിയാണെന്ന് സ്കർപാറ്റി തിരിച്ചറിയുന്ന ആ ഒരു നിമിഷമുണ്ട്. സ്ക്രീനിലെ ലൈറ്റുകൾ അണഞ്ഞു പോകുന്നതിനോടൊപ്പം പശ്ചാത്തലത്തിൽ മുഴങ്ങുന്ന ആ സസ്പെൻസ് ബീജിയമും നിക്കോൾ കിഡ്മാന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസും കാണുന്ന ഏതൊരു പ്രേക്ഷകന്റെയും നെഞ്ചെടുപ്പ് കൂട്ടും. പക്ക പൈപ്പ് ഗ്രിപ്പിംഗ് സിനിമാറ്റിക് മൊമെന്റ്. ക്ലാസ് ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ രീതികളും രക്തം മരവിക്കുന്ന മൈൻഡ് ഗെയിമുകളും ഇഷ്ടപ്പെടുന്നവർക്ക് ഇത്തവണത്തെ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആണ് സ്കർപാറ്റി. ആപ്പിൾ TV+ന്റെ അൾട്ടിമേറ്റ് പോലീസിംഗ് ഡ്രൈവ് ക്രിമിനൽ റെക്കോർഡ് സീസൺ 2. ലണ്ടൻ നഗരത്തിന്റെ കറുത്ത ഉൾവഴികളിൽ നടക്കുന്ന ഏറ്റവും ക്രൂരമായ കുറ്റകൃത്യങ്ങളും അഴിമതിയും തുറന്നു കാട്ടുന്ന പക്ക റോ ആൻഡ് ഗ്രിറ്റി ക്രൈം സീരീസ്. ഓസ്കാർ ജേതാവ് പീറ്റർ കപ്പാൽഡിയും തകർപ്പൻ നടി കുഷ് ജംബോയും വീണ്ടും മുഖാമുഖം എത്തുമ്പോൾ സ്ക്രീനിൽ തീ പാറുകയാണ്. ലണ്ടനിലെ ഒരു പ്രമുഖ പൊളിറ്റിക്കൽ റാലിക്കിടെ നടക്കുന്ന അപ്രതീക്ഷിതമായ ഒരു ബോംബ് സ്ഫോടനവും അതിനെ തുടർന്നുള്ള കൊലപാതകവുമാണ് ഇവിടുത്തെ പ്രധാന വിഷയം. എന്നാൽ ഇത് വെറും ഒരു ഭീകരാക്രമണമല്ല. ഇതിന് പിന്നിൽ വർഷങ്ങൾക്ക് മുമ്പ് ഡിറ്റക്റ്റീവ് ഡാനിയൽ ഹെഗാർട്ടി കേസ് അട്ടിമറിച്ച് ജയിലിലടച്ച ഒരു സംഘത്തിന് പങ്കുണ്ടെന്ന ഞെട്ടിക്കുന്ന തെളിവുകൾ പുറത്തുവരുന്നു. കേസ് അന്വേഷിക്കാൻ ജൂനിയർ ഡിറ്റക്റ്റീവ് ജൂൺ ലെങ്കർ എത്തുന്നതോടെ സങ്കീർണമായ പല സത്യങ്ങളും ഓരോന്നായി പൊളിയുന്നു. സ്വന്തം ഡിപ്പാർട്ട്മെന്റിലെ അഴിമതിക്കാരെ സംരക്ഷിക്കാൻ നിൽക്കുന്ന സീനിയർ ഓഫീസറും നീതിക്ക് വേണ്ടി എന്ത് വില കൊടുക്കാനും തയ്യാറായ യുവ ഡിറ്റക്റ്റീവും തമ്മിലുള്ള മാസീവ് ഈഗോ ക്ലാഷ്. ഇരുണ്ട ലണ്ടൻ അണ്ടർഗ്രൗണ്ട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മുഖ്യസാക്ഷിയെ വധിക്കാൻ എത്തുന്ന കില്ലറെ ലെങ്കർ ഒറ്റയ്ക്ക് നേരിടുന്ന രംഗം. അതേസമയം മറുവശത്തു നിന്നും ആ തെളിവുകൾ അടങ്ങിയ ഹാർഡ് ഡിസ്ക് ലെങ്കറിന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ ഹെഗാർട്ടി ഫോണിലൂടെ നടത്തുന്ന വമ്പൻ മൈൻഡ് ഗെയിമുകൾ. തോക്കിൽ നിന്ന് വെടി ഉതിർത്തുന്നതിനേക്കാൾ മൂർച്ചയുള്ള അവരുടെ ഡയലോഗുകളും പീറ്റർ കപ്പാൽഡിയുടെ ആ തണുത്ത ക്രൂരമായ ചിരിയും കാണുമ്പോൾ പ്രേക്ഷകരുടെ നട്ടലിൽ തണുപ്പ് കോരിയിടും. പക്ക മാസ് സിനിമാറ്റിക് മൊമെന്റ്. വെറും ഒരു ഇൻവെസ്റ്റിഗേഷൻ സീരീസ് എന്നതിലുപരി ഇൻസ്റ്റിറ്റ്യൂഷണൽ കറപ്ഷനും പവർ പൊളിറ്റിക്സും പോലീസിംഗിലെ ചതികളും തടസ്സമില്ലാതെ കാട്ടിത്തരുന്ന ഹോളിവുഡ് മാസ്റ്റർപീസ്. Do you ever think to yourself, have I actually made this world a safer place than it was yesterday? No. നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസായ ഗ്ലോബൽ ചാർട്ടുകളിൽ തരംഗമായ അൾട്ടിമേറ്റ് സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ ഹിസ് ആൻഡ് ഹേഴ്സ്. I used to think that when bad things happen that it was just random chaos. That bad things happen because you bring them on yourself. ലോകമെമ്പാടുമുള്ള ത്രില്ലർ പ്രേമികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി ആലിസ് ഫീനിയുടെ ബെസ്റ്റ് സെല്ലിംഗ് നോവലിലെ ആസ്പദമാക്കിയാണ് ഈ സീരീസ് ഒരുക്കിയിരിക്കുന്നത്. ഹോളിവുഡിലെ തന്നെ ആക്ടിംഗ് പവർ ഹൗസുകളായ ജോൺ ബെർണ്ടാലും ടെസ തോംസണും ആദ്യമായി ഒന്നിച്ച് കഥാപാത്രങ്ങളാകുന്നു. ജോർജിയയിലെ ബ്ലാക്ക്ബെറി എന്ന ഗ്രാമീണ പ്രദേശത്ത് നടക്കുന്ന ദാരുണമായ ഒരു വധശിക്ഷ സമാനമായ കൊലപാതകമാണ് സംഭവവികാസങ്ങളുടെ തുടക്കം. സംഭവം തത്സമയം റിപ്പോർട്ട് ചെയ്യാൻ അറ്റ്ലാന്റയിൽ നിന്നും പ്രശസ്ത മാധ്യമ പ്രവർത്തക അന്ന പ്രൈസ് എത്തുമ്പോൾ കേസ് അന്വേഷണ ചുമതലയുമായി ലോക്കൽ ഡിറ്റക്റ്റീവ് ജാക്ക് ഹാപ്പറും അവിടെ എത്തുന്നു. എന്നാൽ ഇരുവരുടെയും വരവ് കേവലം ഔദ്യോഗികമായിരുന്നില്ല.
my wife. മുൻപ് ദാമ്പത്യ ബന്ധത്തിലുണ്ടായിരുന്ന ഇവർക്കിടയിലെ വ്യക്തിപരമായ അകൽച്ചയും ശത്രുതയുമാണ് കഥ നയിക്കുന്നത്. തെളിവുകൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ രണ്ടുപേരുടെയും ഭൂതകാലത്തിലെ അപ്രിയ സത്യങ്ങളും രഹസ്യങ്ങളും അനാവരണം ചെയ്യപ്പെടുന്നു. കൊലയാളി നായികയോ അതോ അന്വേഷണ ഉദ്യോഗസ്ഥനായ നായകനോ എന്ന പ്രേക്ഷകരെ ഒരുപോലെ സംശയമുന മുമ്പിൽ നിർത്തുന്നതാണ് ഇതിന്റെ ഇതിവൃത്തം. കനത്ത മഴയത്ത് നിഗൂഢമായി പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു വാഹനത്തിനുള്ളിൽ നടക്കുന്ന വാക്കുതർക്കം. അന്നയും ജാക്കും പരസ്പരം കുറ്റാരോപണം ഉന്നയിക്കുമ്പോൾ കാഴ്ചക്കാരുടെ വീക്ഷണം മാറിമറിക്കുന്ന രീതിയിലാണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. അന്നയുടെ കാഴ്ചപ്പാടിൽ ജാക്ക് കൊലയാളിയായി ചിത്രീകരിക്കപ്പെടുമ്പോൾ അടുത്ത നിമിഷം ജാക്കിന്റെ കാഴ്ചപ്പാടിൽ അന്നയാണ് പ്രതിയെന്ന് തോന്നിപ്പിക്കുന്നു. ടെസ തോംസണിന്റെ സൂക്ഷ്മമായ ഭാവപ്രകടനങ്ങളും ജോൺ ബെർദാലിന്റെ ആഴത്തിലുള്ള സംഭാഷണ രീതിയും ഏത് പ്രേക്ഷകനെയും നിശ്ചലരാക്കും. മികച്ചൊരു മനഃശാസ്ത്രപരമായ മൈൻഡ് ഗെയിം, അൺറിലയബിൾ നരേറ്റർ, സാങ്കേതികവിദ്യ ഏറ്റവും മിടുക്കോടെ ഉപയോഗിച്ച ഒരു ഹോളിവുഡ് മാസ്റ്റർപീസ്. നിങ്ങൾ കാണുന്ന ഓരോ കാഴ്ചയും കേൾക്കുന്ന ഓരോ വാക്കും പച്ചക്കള്ളമാകാം. അവസാന എപ്പിസോഡിലെ വമ്പൻ റിവീലിങ്ങും നിങ്ങളുടെ ചിന്തകൾക്കും അപ്പുറത്തായിരിക്കും. ആഗോള OTT ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ഏവരുടെയും കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് തിരിച്ചെത്തിയ വൻകിട സ്പൈ ത്രില്ലർ മാസ്റ്റർപീസ് ദ നൈറ്റ് മാനേജർ സീസൺ 2. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ പുറത്തിറങ്ങിയ ഈ ബിഗ് ബജറ്റ് പരമ്പരയിലൂടെ ഹോളിവുഡ് താരം ടോം ഹിഡിൻസ്റ്റൺ ജൊനാഥൻ പൈൻ എന്ന ഐക്കോണിക് അണ്ടർ കവർ ഏജന്റായി വീണ്ടും മാസ്മരിക പ്രകടനം പുറത്തെടുക്കുകയാണ്. And you, Jonathan Pine, will be no more. ആദ്യ സീസണിലെ പ്രഹരങ്ങളിൽ നിന്നും സങ്കീർണമായ സംഭവ വികാസങ്ങളിൽ നിന്നും 8 വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടാം സീസണിന്റെ തുടക്കം. ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയിൽ നിന്നും വിരമിച്ച് ഏകാന്ത ജീവിതം നയിക്കുകയായിരുന്ന ജൊനാഥൻ പൈൻ വീണ്ടും കളത്തിലിറങ്ങാൻ നിർബന്ധിതനാകുന്നത് മധ്യപൂർവേഷ്യ കേന്ദ്രീകരിച്ച് വളർന്നു വരുന്ന പുതിയൊരു അന്താരാഷ്ട്ര നിയമവിരുദ്ധ ആയുധക്കടത്ത് ശൃംഖലയും അതിന്റെ തലവന്മാരെയും തകർത്തു കളയുകയാണ് പൈനിന്റെ ദൗത്യം. ലോകോത്തര സമ്പന്നരുടെ ആഡംബര ലോകത്തിന്റെ മറവിൽ നടക്കുന്ന അധോലോക മാഫിയ പ്രവർത്തനങ്ങൾ, ചതിപ്രയോഗങ്ങൾ, ഏത് നിമിഷവും മരണം മുന്നിൽ നിൽക്കുന്ന സാഹസിക മുഹൂർത്തങ്ങൾ എന്നിവയിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത്. കടലിൽ സഞ്ചരിക്കുന്ന ഒരു കൂറ്റൻ ആഡംബര യോട്ടിൽ നടക്കുന്ന ആ നൈറ്റ് ഓപ്പറേഷൻ സീൻ, മാഫിയ തലവന്മാരുടെ രഹസ്യ മീറ്റിംഗിനിടയിൽ നിന്ന് പ്രധാന ഡിജിറ്റൽ തെളിവുകൾ ചേർക്കാൻ സ്പൈൻ നടത്തുന്ന രഹസ്യ നീക്കം, കൃത്യനിർവഹണത്തിനിടയിൽ കപ്പലിലെ സുരക്ഷാ മുന്നറിയിപ്പ് സിസ്റ്റം ആക്ടിവേറ്റ് ആകുകയും കനത്ത വെടിവെപ്പിനിടയിലൂടെ യോട്ടിന്റെ ഹെലിപാഡിലേക്ക് പൈൻ തനിയെ നടത്തുന്ന ആ രക്ഷപ്പെടൽ രംഗവും പശ്ചാത്തലത്തിൽ മുഴങ്ങുന്ന നെഞ്ചെടുപ്പ് കൂട്ടുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറും ടോം ഹിഡിൽസ്റ്റന്റെ സമാനതകളില്ലാത്ത ആക്ഷൻ പ്രകടനവും കാണുന്ന ഏത് സിനിമാ സ്നേഹിയെയും എഴുന്നേറ്റ് നിന്ന് കൈയടിപ്പിക്കും. പക്ക രാജകീയ സിനിമാറ്റിക് മൊമെന്റ്, ഹോളിവുഡ് ബിഗ് ബജറ്റ് ചിത്രങ്ങളെ പോലും അത്ഭുതപ്പെടുത്തുന്ന മേക്കിംഗ് ക്വാളിറ്റിയും ജെയിംസ് ബോണ്ട് ചിത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വേഗതയാർന്ന ആഖ്യാന ശൈലിയുമാണ് ഇതിന്റെ പ്രധാന കരുത്ത്. 2026 തുടക്കത്തിൽ ഹോളിവുഡിനെയും ആഗോള OTT ലോകത്തെയും അക്ഷരാർത്ഥത്തിൽ സ്തംഭിപ്പിച്ച അൾട്ടിമേറ്റ് വിഷ്വൽ എലഗൻസ് സെവറൻസ് സീസൺ 2. Their work will be remembered as one of the greatest moments of this planet. ആപ്പിൾ TV പ്ലസിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിയ ഈ പരമ്പര ചരിത്രത്തിൽ ഇന്ന് വരെ സൃഷ്ടിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും സങ്കീർണവും എന്നാൽ മനോഹരവുമായ സൈക്കോളജിക്കൽ മാസ്റ്റർപീസ് ആണ്. ആദം സ്കോട്ട് നായകനായി എത്തുന്ന ഈ സീരീസ് OTT ലോകത്തെ ബെഞ്ച് മാർക്ക് സൃഷ്ടികളിൽ മുൻപന്തിയിൽ നിലയുറപ്പിക്കുന്നു. ചിന്തകൾക്കും അപ്പുറത്തുള്ള ഇതിന്റെ ഇതിവൃത്തം തന്നെയാണ് പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്നത്. ലൂമൺ ഇൻഡസ്ട്രീസ് എന്ന ദുരൂഹമായ കോർപ്പറേറ്റ് സ്ഥാപനം, അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ വ്യക്തിപരമായ ഓർമ്മകളും തൊഴിൽപരമായ ഓർമ്മകളും സെവറൻസ് എന്ന സങ്കീർണമായ മസ്തിഷ്ക ശസ്ത്രക്രിയയിലൂടെ കമ്പനി വേർതിരിച്ചിരിക്കുന്നു. അതായത് ഓഫീസിനുള്ളിലെ ഇന്നീ ലോകവും പുറത്തെ യഥാർത്ഥ ഔട്ടി ലോകവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒന്നാം സീസണിന്റെ ഒടുവിൽ പുറം ലോകത്തേക്ക് തങ്ങളുടെ ആന്തരിക ബോധം എത്തിക്കാൻ ആ വിപ്ലവകരമായ ശ്രമത്തിന് ശേഷമാണ് രണ്ടാം സീസണിന്റെ തുടക്കം. കമ്പനിക്കുള്ളിൽ നടക്കുന്ന ക്രൂരമായ ശാസ്ത്രീയ പരീക്ഷണങ്ങളും ജീവനക്കാരെ അജ്ഞാതമായി അപായപ്പെടുത്തുന്ന ആഗോള ഗൂഢാലോചനകളും ഓരോന്നായി പുറത്തു വരുമ്പോൾ കഥ തികച്ചും ഉത്കണ്ഠാജനകമായി മാറുന്നു. എലിവേറ്റർ താഴത്തേക്ക് പതിക്കുമ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ മാറി മറയുന്ന മാർക്കിന്റെ 2 വ്യക്തിത്വങ്ങൾ, താൻ മരണപ്പെട്ടു എന്ന് കരുതിയ ഭാര്യ ഖമ കമ്പനിക്കുള്ളിൽ ജീവനോടെയുണ്ടെന്നും അവളെ ക്രൂരമായി മെമ്മറി റീസെറ്റ് പരീക്ഷണങ്ങൾക്ക് ഇരയാക്കുകയാണെന്നും മാർക്ക് തിരിച്ചറിയുന്ന ആ ഒരു നിർണായക നിമിഷം. ഒരു വാക്കുപോലും ഉച്ചരിക്കാതെ വെറും കണ്ണുകളുടെ ഭാവമാറ്റത്തിലൂടെ അഭിനയത്തിന്റെ പുതിയ തലങ്ങൾ തീർക്കുന്ന ആദം സ്കോട്ടിന്റെ പ്രകടനവും പശ്ചാത്തലത്തിൽ മുഴങ്ങുന്ന ഭയപ്പെടുത്തുന്ന ബീജവും ഏത് കാണിയെയും വിറപ്പിച്ചു കളയും. അവിശ്വസനീയമായ ക്ലിഫ് ഹാങ്ങറുകളും പ്രവചനാതീതമായ കഥാസന്ദർഭങ്ങളുമാണ് ഈ സീരീസിന്റെ ആണിക്കല്ല്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളും മൈൻഡ് ഗെയിം കഥകളും ഇഷ്ടപ്പെടുന്ന ഏതൊരു പ്രേക്ഷകനും 2026 നിർബന്ധമായും കണ്ടിരിക്കേണ്ട 1-ാം നമ്പർ സീരീസാണ് സെവറൻസ് സീസൺ 2. Step up when it happens to us.
അപ്പോൾ 2026 ഹോളിവുഡിനെ നടുക്കിയ ഈ 5 അൾട്ടിമേറ്റ് ക്രൈം ത്രില്ലറുകളിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണ്?